4 ബെഡ്റൂമുള്ള ഒരു വീട് അത്യാവശ്യം നല്ല ലക്ഷറിയസ് ലെവലിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ 15.5 lakhs നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഒരു ഡിസൈൻ ഹെഡ് ഉണ്ട്, നമ്മുടെ ഡിസൈൻ ടീം ഉണ്ട്. ആവശ്യമുള്ള ക്ലയൻസിന് നമുക്ക് വിർച്വൽ റിയാലിറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റും. പ്രൊഡക്ഷനിൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മുടെ പ്രസ്സിംഗിൽ നിന്നാണ് അല്ലേ? അതെ, ടെക്നോളജി അപ്ഡേറ്റഡ് ആണല്ലോ, സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റഡ് ആണ്. എഡ്ജ് ബാൻഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഡബിൾ തിക്നെസ്സിൽ എഡ്ജ് ബാൻഡ് ചെയ്തിരിക്കുന്നതായി കാണുന്നത്. ഇതില് നമസ്കാരം. നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇൻറ്റീരിയറാണ്. ഈ ഇൻറ്റീരിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു സ്റ്റെപ്പുണ്ട്. അതായത് ഫസ്റ്റ് വന്നിട്ട് അത് ഡിസൈൻ ചെയ്യണം. ആ ഡിസൈനിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ അതിന് എന്താ പറയുക, പ്രൊഡക്ഷൻ ഉണ്ട്. ആ പ്രൊഡക്ഷൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, യഥാർത്ഥത്തിൽ ഒരു വീട് ചെയ്യുന്ന ഒരു കസ്റ്റമർ എങ്ങനെയാണ് അയാളുടെ ഇൻറ്റീരിയർ ചെയ്ത് നിങ്ങളുടെ വീട്ടിലെത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് 2026 മോഡുലാർ ഇൻറ്റീരിയർ, മോഡുലാർ കിച്ചൺ അല്ലെങ്കിൽ മോഡുലാറായിട്ട് ചെയ്യുന്ന ഇൻറ്റീരിയർ വർക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്പെക്ട്ര ഡെക്കോറിലാണ്. തൃശ്ശൂർ മുണ്ടൂരാണ് ഇവരുടെ ഫാക്ടറി ഉള്ളത്. അപ്പോൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഇത് തുടങ്ങേണ്ടത് തന്നെ വീട് പ്ലാൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻറ്റീരിയർ ചെയ്യാൻ തുടങ്ങുന്ന സമയം എപ്പോൾ തൊട്ട് എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ടാവും. സോ ശ്രദ്ധാപൂർവ്വം നിങ്ങളിത് കാണുക. ഞാൻ അജയ് ശങ്കർ, ഹമാൻ കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ആശയുണ്ട്. വെൽക്കം. താങ്ക് യു സോ മച്ച്. അവസാനം നമ്മുടെ ഫാക്ടറി വീഡിയോ കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 3 വർഷം മുമ്പാണ്. അന്ന് ഈ ഫാക്ടറി, അതായത് ഫുൾ വീഡിയോയിൽ ഈ ഫാക്ടറി നമ്മൾ കാണിച്ചിട്ടില്ല. ഇല്ലില്ല. മുന്നത്തെ നമ്മുടെ ഫാക്ടറി കാര്യം എൻ്റെ വീടിൻ്റെ വർക്ക് നടന്ന സമയത്ത് അവിടെ വന്നെടുത്താണ് സ്പെക്ട്ര ഡെക്കോറിന്റെ അത് പഴയ ഫാക്ടറി ഉള്ളത്. പഴയ ഫാക്ടറി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മളൊരു ഫാക്ടറി കാണിച്ചായിരുന്നു, ചെയ്തിട്ടുണ്ട്. പക്ഷെ വന്ന് ഫുള്ളി കഴിഞ്ഞിട്ടായിരുന്നില്ല. യെസ്. അപ്പോൾ പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്റീരിയർ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഡിസൈനിങ് 2D 3D അതുപോലെ ഫാക്ടറി, അതായത് പ്രൊഡക്ഷൻ എക്സിക്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിത് കാണിക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ആശാജി, ഇവിടെ നിന്നാണ് നമ്മുടെ പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഒരു വീട് വെക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതിന്റെ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇന്റീരിയറിന്റെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണല്ലോ പ്ലാനിങ്. അപ്പോൾ അത് കൺസ്ട്രക്ഷനിൽ ഇപ്പോൾ സ്ട്രക്ചറിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതേ സെയിം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇന്റീരിയറിന് കൊടുക്കേണ്ടത്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒന്ന് ബഡ്ജറ്റ് പ്ലാനിങ് കറക്റ്റ് അറിയാൻ പറ്റും, മറ്റേത് എങ്ങനെയാ വെച്ചാൽ സ്പേസ് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് അറിയാം. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ നമുക്ക് നമ്മളുടെ ഇന്റീരിയർ പാർട്ടീഷൻസ് കൊടുത്തുകൊണ്ട് വോളുകൾ ഒഴിവാക്കേണ്ട സ്പേസ് ഉണ്ടാവും. ഇലക്ട്രിക്കൽ പോയിന്റ്സ് കൃത്യമായി നമുക്ക് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. എന്തുകൊണ്ടും പീസ്ഫുൾ ആയിട്ട് ഒരു വീട് പണി കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ആർക്കിടെക്ട്സോ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഇന്റീരിയർ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഇന്റീരിയർ ഫേമുമായിട്ട് ഇനീഷ്യലി അസോസിയേറ്റ് ചെയ്ത് പോയാൽ വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഓരോ സെഷനിൽ നിന്ന് പരിചയപ്പെട്ടു തുടങ്ങാം. ഇത് നമ്മുടെ 3D ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെയാണ് നമ്മളുടെ വൺസ് ഡിസൈൻ ഫൈനലൈസ്, വൺസ് വർക്ക് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മളുടെ ഒരു ഡിസൈൻ ഹെഡ് ഉണ്ട്, നമ്മുടെ ഡിസൈൻ ടീം ഉണ്ട്. അപ്പൊ അവര് തമ്മിലൊരു ഡിസ്കഷൻ കഴിഞ്ഞു, മീറ്റിംഗ് ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മളെല്ലാം 3D കഴിഞ്ഞ് സബ്മിഷൻ. അങ്ങനെയല്ല, ഓരോ സ്റ്റേജിലും ഇപ്പൊ കിച്ചൺ ആണ് അല്ലെങ്കിൽ അതിന്റെ ആണെന്നുണ്ടെങ്കിൽ ആ കിച്ചണിൽ എന്തൊക്കെ വേണം അങ്ങനത്തെ ഡീറ്റെയിൽ 1 by 1 എടുത്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ റെഫറൻസ് കളക്ട് ചെയ്ത് ഒരു തീം ഉണ്ടാക്കി മൂഡ് ബോർഡ് ഷെയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഡിസൈൻ ഫൈനലൈസേഷൻ ചെയ്യുന്നത്. അവിടുന്ന് 3D വൺസ് കൺഫേം ആയി കഴിഞ്ഞാൽ ക്ലയന്റിന്റെ 3D കംപ്ലീഷൻ നമ്മൾ അപ്രൂവൽ എടുത്തതിന് ശേഷം നെക്സ്റ്റ് ഇതിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അവിടെയാണ് നമ്മളുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വരിക. അതായത് 2D എല്ലാം പ്രൊഡക്ഷന്റെ അണ്ടറിലാണ് വരിക. ഇവരായിരിക്കും പിന്നീട് സൈറ്റിൽ പോയി അതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്ത് മെഷർമെന്റ്സ് എല്ലാം എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ വീണ്ടും അത് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ അതിനുശേഷം ഇപ്പൊ നമുക്കിപ്പോ എന്ത് 3D 2D ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മളുടെ പക്ക സോഫ്റ്റ്വെയറിലേക്ക് കൺവേർഷൻ ആണ്. അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സ്പാഷ്യോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഇപ്പോ. അപ്പോ അതില് കംപ്ലീറ്റ് ആയിട്ടുള്ള എങ്ങനെയാണിത് കറക്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരിക എന്നുള്ളതിന്റെ ഡീറ്റെയിൽ സോഫ്റ്റ്വെയറിൽ നമ്മൾ അഗെയിൻ അത് ചെയ്യും. അതെ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് നേരെ മിഷനിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ മെയിൽ ത്രൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കട്ടിങ്, എഡ്ജ് ബാൻഡ്, ബോറിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രോഗ്രാമിന്റെ സോഫ്റ്റ്വെയറും അതിന്റെ കോഡുംസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്
ഇത് പോകും. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ വെർച്വൽ റിയാലിറ്റി വരുന്നത്. ഇത് ഇനീഷ്യലി തന്നെ ഇപ്പോൾ 3D ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെർച്വൽ റിയാലിറ്റി ആവശ്യമുള്ള ക്ലയൻസിന് നമുക്ക് വെർച്വൽ റിയാലിറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വിഷ്വലൈസിങ് ആയാലും നമ്മൾ എല്ലാവരെയും 3D കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. കാരണം നമ്മുടെ സ്ക്രീനിൽ അത് വലുതായിട്ട് തന്നെ അവർക്ക് കണ്ട് അതെങ്ങനെയാണ് അതിന്റെ മെറ്റീരിയൽ നേരിട്ട് കണ്ട്, മാത്രമല്ല നമ്മളൊരു ഡ്രീം ഹോം ആണല്ലോ, മറ്റുള്ള ഒരു ഇതുപോലെയല്ല. വീടെന്ന് പറയുന്നത് അതൊരു വേറൊരു ഇമോഷനാണ്. സോ നമ്മൾ അവരുടെ ആ ഒരു ഡ്രീമാണ്. അപ്പോൾ അത് അവരുടെ വീട്ടിലെ ഇന്റീരിയർ എങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യുന്നു, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഒരു കൃത്യമായ ധാരണ അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതൊരു വലിയ എക്സ്പീരിയൻസ് കൂടിയാണ്. ഇനി നമുക്ക് ഫാക്ടറിയിലോട്ട് പോകാം, ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ കാണാം അല്ലേ. അപ്പോൾ ആക്ച്വലി എക്സിക്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പ്രൊഡക്ഷൻ. അതെ അതെ. പ്രൊഡക്ഷനിൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മുടെ പ്രസ്സിങ്ങിൽ നിന്നാണ് അല്ലേ. അതെ. ഇത് ഹൈഡ്രോളിക് ഇത് കോൾഡ് പ്രസ് ആണ്. 100 ടൺ ആണ് മെഷീൻ വരുന്നത്. അപ്പൊ ഇതിലാണ് നമ്മൾ പ്രസ്സിങ് ചെയ്യുക. ഇതിലൊരു 5 hours നമ്മൾ കംപ്ലീറ്റ് പ്രസ് ചെയ്തിടും. നമ്മൾ യൂസ് ചെയ്യുന്ന ഗം എന്ന് പറയുന്നത് D3 ഗ്രേഡ് ആണ്. ഹെൻഗൽ, ജോവാട്ടി 2 കമ്പനിയുടെ ഗമ്മാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതായത് D3 എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമുക്ക് മോയ്സ്ചർ കണ്ടന്റ് ഏറ്റവും കുറവുള്ള ഗമ്മാണ്. മാത്രമല്ല പ്ലൈവുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസ് ചെയ്യാൻ ഏറ്റവും കോൾഡ് പ്രസ്സിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഗമ്മാണ് D3. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതില് എനിക്ക് തോന്നുന്നു 5 മണിക്കൂർ നമ്മൾ ഇട്ടേക്കും. കോൾഡ് പ്രസ് 4 സിലിണ്ടർ ആണ് വരിക. അതെ അതെ. സാധാരണ അടുത്തൊക്കെ 50 ടൺ ഒക്കെയാണ്. നമ്മളിവിടെ 100 ടണ്ണിന്റെ കോൾഡ് പ്രസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പ്രസ്സിംഗ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്ന ഇതിലേക്കാ? പ്രസ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നത് ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത ലിസ്റ്റ് നേരെ പോകുന്നത് കട്ടിങ്ങിലേക്കായിരിക്കും. ഇതിപ്പോ ലാമിനേറ്റ് റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്റ്റോക്ക് ഓരോ സൈറ്റിലത്തെയും വരുമല്ലോ, അപ്പൊ അതിന്റെ ലാമിനേഷന്റെ റോളുകളാണ് ഈ ഇരിക്കുന്നത് മൊത്തം. OST ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അതായത് 1 സൈഡ് ടീക്ക് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ വിനീറും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോ നേരെ നമുക്ക് വരുന്നത് നമ്മുടെ കട്ടിങ്ങിലോട്ട് വരാം. ഇതല്ലേ? ഇതാണ് നമ്മളുടെ കട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. BSIയുടെ ബീം സോയിലാണ് നമ്മൾ കട്ടിംഗ് ചെയ്യുന്നത്. ബീം സോയിലാണ്. അതെ അതെ. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ ആക്യുറസി ഭയങ്കര കൂടുതലായിരിക്കും. മാത്രമല്ല നമുക്ക് നമ്പർ ഓഫ് പാനൽ സോയിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടില്ല. ഇതിൽ അങ്ങനെയല്ല, മാക്സിമം ഒരു 10-70 ഷീറ്റൊക്കെ നമുക്ക് പെർ ഡേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതെ അതെ. അപ്പൊ ആ ഒരു രീതിയിലെല്ലാം ടെക്നോളജി അപ്ഡേറ്റഡ് ആണല്ലോ, സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റഡ് ആണ്. സോഫ്റ്റ്വെയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് കഴിഞ്ഞാൽ നേരെ മെഷീനിലേക്ക് കണക്ട് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് കട്ടിങ് ഇത് കണ്ടു. ഈ ലെവലിൽ നമ്മൾ പീസ് എത്രണ്ണം വരും അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ട് അത് കട്ട് ചെയ്ത് സ്റ്റിക്കർ ആയിട്ട് വരും. ആ സ്റ്റിക്കർ നേരെ ഒട്ടിച്ച് അടുത്ത സെക്ഷനിലേക്ക് പോകും. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിരിക്കുന്ന കട്ടിംഗ് ലിസ്റ്റ്. അല്ലേ? ഇതാണ് ഇപ്പൊ ഇതിൽ നിന്ന് വരുന്ന സ്റ്റിക്കർ. സ്റ്റിക്കർ ഉണ്ടാവും അല്ലേ? അത് ഓരോ പീസിനും ഓരോ സ്റ്റിക്കർ, അതിലൊരു ഡീറ്റെയിൽ ഉണ്ടാവും. എഡ്ജ് ബാൻഡ് ഏത് കളർ വേണം, എങ്ങനെ അടിക്കണം, ഡീറ്റെയിലിംഗും കാര്യങ്ങളും എല്ലാം വരും. സൈറ്റിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ സ്റ്റിക്കർ ആണ് യഥാർത്ഥത്തിൽ വഴി കാട്ടുന്നത്. അത് വെച്ചിട്ടാണ് അവരത് പിക്ക് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. അപ്പൊ ഇനി എഡ്ജ് ബാൻഡിലാണെങ്കിൽ ഈ മെഷീനിൽ ഏത് സൈഡിലാണ് എഡ്ജ് ബാൻഡ് എന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഈ സ്റ്റിക്കറിൽ തന്നെ ഉണ്ടാവുക. അപ്പൊ അത് വെച്ചിട്ട് അവർ എഡ്ജ് ബാൻഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. അത് ഏത് തിക്നെസ് വേണം, 0.45 ആണോ, 0.8 ആണോ, 2 mm ആണോ, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിലും അതിലുണ്ടാവും. അതിനകത്ത് തന്നെ ഉണ്ടാവും. ഇതില് ആ എഡ്ജ് ബാൻഡ് കണ്ടു 4 സൈഡിലുണ്ട്. അത് ഏത് എഡ്ജ് ബാൻഡിന്റെ തിക്നെസ് ഏതാണെന്നുള്ളതിന്റെ കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവും. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെ അതെ. ഈ സ്കാനിങ്ങിന്റെ ബാർകോഡ് അടുത്ത സെക്ഷനിൽ സ്കാൻ ചെയ്താൽ അതിന്റെ ഹോളിംഗ് ഒക്കെ എങ്ങനെ വരും എന്നുള്ളതിന്റെ അറിയാനും ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുന്നതാണ്. അടുത്ത ഇനി ഏത് ക്ലയന്റ് ആണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ക്ലിയർ ആക്കാം, ചെയ്യാൻ പറ്റും. WPC നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ മറൈൻ പ്ലൈ WPC PVC കോമ്പിനേഷൻ ആണ് മോസ്റ്റ് ഓഫ് ദ ക്ലയൻസിനും ചെയ്യുക. ബട്ട് ചില ക്ലയൻസിന് അവർക്ക് കാർ കേസ് കംപ്ലീറ്റ്ലി WPC വേണമെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ WPC മൊത്തം ഷട്ടേഴ്സ് മാത്രം മറൈൻ പ്ലൈയിൽ ചെയ്യും. എന്ത് തന്നെ ആയാലും PVC ബോർഡ് ബാക്ക് പാനൽസ് നമ്മൾ കൊടുക്കും. കാരണം ചെതലിന്റെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും പിന്നീട് ഉണ്ടാവാതിരിക്കാനും കാര്യങ്ങളും. പിന്നെ നനവ് തട്ടുന്ന ഏരിയ കംപ്ലീറ്റ്ലി WPC തന്നെ ആയിരിക്കും കൂടുതലും ചെയ്യുന്നത് അല്ലേ? കൂടുതലും. ഇപ്പൊ അവിടെ നമ്മൾ പറഞ്ഞ ഇത് ഡബിൾ തിക്നെസ് ചെയ്തിരിക്കുന്നതാണ്. അതെ അതെ. ഇപ്പൊ സാധാരണ നമ്മൾ എഡ്ജ് ബാൻഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇത് ഡബിൾ തിക്നെസ്സിൽ എഡ്ജ് ബാൻഡ് ചെയ്തിരിക്കുന്ന ഈ കാണുന്നത്. ഇതില് നോക്കിക്കഴിഞ്ഞാൽ ക്ലയന്റിന്റെ പേര് സുരേഷ് എന്ന് പറയുന്ന ക്ലയന്റിന്റെ പേരുണ്ട്. ഇത് എവിടത്തേക്കാണ്, സ്റ്റഡി ടേബിളിന്റെ ടോപ്പ് അതിന്റെ ഇത്, ഏത് പ്രോഗ്രാമിന്റെ ഇത്, പാനല്, സ്കാനിങ്, അതിന്റെ എഡ്ജ് ബാൻഡ് എല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അടുത്ത വരുന്ന മൾട്ടി ബോറിംഗ് അതല്ലേ? അതെ അതെ. മൾട്ടി ബോറിംഗിന്റെ മെഷീനാണ്. ഇവിടെയാണ് ഈ സ്കാൻ ചെയ്തിട്ട് നമുക്ക്
ഈ ഹോൾസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിൽ കണ്ടില്ലേ, ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ കാണുന്ന ഈ മിനി ഫിക്സ് ഹോൾസും ഈ ബാക്കിലുള്ള ഗ്രൂസ് ഇതെല്ലാം മെഷീനിലെ പ്രോഗ്രാമിലാണ് വരുന്നത്. ഈ സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ ഈ മെഷീനിൽ ഈ ഹോൾ ഇടുന്നത് കൊണ്ടാണ് നമ്മൾ പറയണേ നല്ല ക്വാളിറ്റി സ്ട്രെങ്ത് ഉള്ള പ്ലൈവുഡ് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഈ മെഷീനിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയും പ്രഷറിലാണ് ഓരോ ഹോളും ചെയ്യുക. അപ്പൊ അത് ലോ ക്വാളിറ്റി മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ പൊളിഞ്ഞു പോകും. അപ്പൊ അത് ക്വാളിറ്റി ചെക്ക് ചെയ്ത് അത് മേക്ക് ഷുവർ വരുത്തിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുള്ളൂ. അതിപ്പോ എഡ്ജ് ബാൻഡ് ആണെങ്കിലും തിക്നെസ് വേരിയേഷൻ ഉള്ള പ്ലൈ ഒന്നും നമുക്ക് എഡ്ജ് ബാൻഡിൽ യൂസ് ചെയ്താൽ എഡ്ജ് ബാൻഡ് ഒക്കെ അവിടെ പുറത്തേക്ക് വരും. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരും നമുക്ക്. ശരി, ഇതിപ്പോ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന നമ്മൾ പറഞ്ഞു മറൈൻ പ്ലൈവുഡ്, അതുപോലെ WPC PVC ബോർഡ് എല്ലാം പറഞ്ഞു. നമ്മൾ ലാമിനേറ്റ് ഏതാ ഇതിനകത്ത് കൂടുതൽ? ലാമിനേറ്റ് കൂടുതലും ക്ലയന്റിന്റെ ചോയ്സ്. നമ്മള് ഒരു 4000 ഷെയ്ഡ്സോളം ഉണ്ട്. ബ്രാൻഡ് നമ്മള് ഗ്രീൻ ഉണ്ട്, സെഞ്ചുറി, മെറീനോലാം, ഐലാം, അങ്ങനത്തെ 3-4 ബ്രാൻഡ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതിൽ ഏത് വേണം എന്നുള്ളതും ക്ലയന്റിന്റെ ചോയ്സ് ആണ്. ചൂസ് ചെയ്യാൻ പറ്റും. ഇത് ഫൈനൽ പാർട്ടാണ് അല്ലേ? അതായത് ഇവിടെ ഫാക്ടറി എന്നുള്ള ഫൈനൽ പാർട്ട്, അതായത് ഡെസ്പാച്ചിങ് സെക്ഷൻ ആണ്. അതിപ്പോ പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും മാനുവലി ഉള്ള എന്തെങ്കിലും വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ജോയിനറിയിൽ പോയി അവരതിപ്പോ ഹാൻഡിലിന്റെ ഫിക്സിങ്, ഡ്രോ ഫിക്സിങ് ഇതൊക്കെ ഇവിടുന്ന് തന്നെ ചെയ്തു പോകും. ചെയ്ത് വെരിഫൈ ചെയ്യുന്ന പ്ലേസ് ആണ് ഇവിടെ. ക്വാളിറ്റി ചെക്കിങ്, ഓരോ പാനൽസിന്റെയും എഡ്ജ് ബാൻഡ് സൈസ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്ത് നമ്മൾ എല്ലാം ഓക്കെ ആക്കിയിട്ടാണ് പാക്കറ്റ്സിലേക്ക് ആക്കുക. പാക്കറ്റ് നമ്പറും ഡീറ്റെയിലും ഉണ്ടാവും. അത് വെച്ചിട്ടാണ് പാക്കറ്റ് നമ്പർ ഉണ്ട്, അതിന്റെ ഡീറ്റെയിലിങ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഡെസ്പാച്ച്. ഇവിടെ ആളുടെ പേര് ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട്, നമ്പർ ജയേഷ്. ഇവിടെ നമ്മൾ തോംസന്റെ വുഡക്സ് ഉൾപ്പെടെയുള്ള ബ്രാൻഡ് ഇപ്പൊ WPC തോംസന്റെ ക്ലയന്റിന്റെ സ്പെക്ക് അങ്ങനെ വേണം. സോ അത് ആ രീതിയിൽ തന്നെ നമുക്കിപ്പോ ഇന്ന ബ്രാൻഡ് അങ്ങനെ ഒരു നിർബന്ധം ഇല്ല. ക്വാളിറ്റി ഓക്കെ ആയിരിക്കണം. പിന്നെ പ്ലൈവുഡ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 20 years റീപ്ലേസ്മെന്റ് കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ടാണ് മെറ്റീരിയൽ എടുക്കണേ. 20 years റീപ്ലേസ്മെന്റ് മറൈൻ പ്ലൈവുഡ്സ് ആണെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ അത്രയും ക്വാളിറ്റി 100% അഷ്യൂർ ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ആ ഒരു ക്വാളിറ്റി അഷ്യൂറൻസ് നമുക്കുണ്ട്, ആ ഒരു ഗ്യാരണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ക്ലയന്റിന് അത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ വേറെ ബ്രാൻഡ് യൂസ് ചെയ്തപ്പോ ഗ്രീനോ അല്ലെ വേറെ ഏതെങ്കിലും ബ്രാൻഡോ സെഞ്ചുറി ഇങ്ങനെ പല ബ്രാൻഡുകളും ഉണ്ട്. അത് യൂസ് ചെയ്ത് ചെയ്യില്ല എന്നൊന്നുമില്ല. അത് ആ കമ്പനി തരുന്ന ഗ്യാരണ്ടി കാര്യങ്ങളായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഇന്ന തന്നെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അപ്പൊ ആശാജി, ഇതാണ് സ്പെക്ട്ര ഡെക്കോർ. യെസ്, അതായത് നമ്മൾ ആദ്യം കാണിച്ച ഡിസൈനിങ് തൊട്ട് 3D 2D അതിന്റെ എക്സിക്യൂഷൻ, പ്ലാനിങ് ടു എക്സിക്യൂഷൻ ആണ് നമ്മളുടെ മൊത്തം ഇതെന്ന് പറയുന്നത് കാണിച്ചത്. നമുക്കിപ്പോ ഓരോ പ്രൊജക്ടിനും ഓരോ റേറ്റ് ആണ്. ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇല്ല, നമുക്കൊരു ബേസ് റേറ്റ് സ്ക്വയർ ഫീറ്റിന് ഉണ്ട്. ഇപ്പോ നമ്മളിപ്പോ വാർഡ്രോബ്സ് ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഒരു ബേസ് റേറ്റ് ഉണ്ട്. പക്ഷെ അതൊരിക്കലും ഓരോ ക്ലയന്റിനെ ഡിപ്പെൻഡ്സ് ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടാവും. കാരണം അവിടെ ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്, അവിടെ മേക്ക് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും, അവരുടെ ഫിനിഷിംഗ് മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടാവും. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് റേറ്റിൽ വേരിയേഷൻസ് വരും. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു സ്കീം ഇട്ടിട്ടുണ്ട്. ആ ഒരു സ്കീമിൽ നമുക്കിപ്പോൾ എത്ര 15,50,000 രൂപ. അതൊന്ന് പറഞ്ഞാട്ടെ, എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയി. 15.5 lakhs എന്ന് പറയുന്നത് പല ആൾക്കാർക്കും മനസ്സിലാവാത്തത്. നമ്മളൊരു 4 bedroom ഉള്ള ഒരു വീട് അത്യാവശ്യം നല്ല ലക്ഷറിയസ് ലെവലിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ 15.5 lakhs നമുക്ക് ചെയ്തു തരാൻ പറ്റും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കവർ ചെയ്യണം. ഇപ്പൊ സീലിംഗ് ഉണ്ടാവും, ഫർണിച്ചർ ഉണ്ടാവും, അതിലുള്ള വാർഡ്രോബ്സ് എല്ലാം ഉണ്ടാവും. ഇപ്പൊ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ ഒരു 4 ഡോറിന്റെ വാർഡ്രോബ്, അതിന്റെ ലോഫ്റ്റ്, അതുപോലെ കിങ് സൈസ് ബെഡ് കോട്ട്, 2 സൈഡ് ടേബിൾ, ഹെഡ് ബോർഡ്, ഇത്രയും ഉണ്ട്. അതുപോലെ സീലിംഗ് ചെറിയ രീതിയിലും ഉണ്ടാവും. അപ്പൊ ആ റൂമിലത്തെ പ്ലെയിൻ സീലിംഗ്, ലൈറ്റ് ഒന്നും അതിൽ പെടുന്നല്ലോ കേട്ടോ. ലൈറ്റ് ഒരിക്കലും സീലിംഗ് പെടുന്ന സാധനമല്ല. കിച്ചണിലേക്ക് വന്ന 100 സ്ക്വയർ ഫീറ്റിലുള്ള ഏത് രീതിയിൽ മോഡൽ ചെയ്താലും 100 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു കിച്ചൺ, 75 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വർക്കിംഗ് കിച്ചൺ, അതുപോലെ തന്നെ ഒരു വാഷ് ഏരിയ, അതിന്റെ ബാക്കിലെ ക്ലാഡ്, മിറർ എല്ലാം അതിലുണ്ടാവും. അതുപോലെ നമുക്ക് റൂമിൽ ഒരു കാര്യം വിട്ടുപോയി, ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്, ഒരു ലോങ് മിറർ വിത്ത് ഡ്രോവർ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ കിച്ചൺ ഉണ്ട്, വർക്കിംഗ് കിച്ചൺ, റൂംസ്, ഡൈനിങ് ടേബിൾ, ഒരു 6 സീറ്ററിന്റെ ടീക്ക് വുഡിന്റെ ഡൈനിങ് ടേബിൾ ആണ്. അതുപോലെ തന്നെ സോഫ സീറ്റിംഗ്, ഒരു സെന്റർ ടേബിൾ, ഒരു ഷൂ റാക്ക് ഉണ്ടാവും, അതുപോലെ ഒരു TV ഏരിയ ഉണ്ട്, പ്രെയർ ഏരിയ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുന്നത്. കേരളത്തിൽ എല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഇതില്. അതായത്
15,50,000 രൂപ പാക്കേജിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. വീണ്ടും പറയട്ടെ, കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തോ ചെയ്തില്ലോ സെക്കൻഡ് തിങ് ആണ്, വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അല്ലേ? തീർച്ചയായിട്ടും അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. അടുത്ത പ്രോജക്റ്റ് കാണാം. തീർച്ചയായിട്ടും. എപ്പോഴും എടുത്തു പറയുന്നത് ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളത് പലർക്കും അറിയില്ല. മുന്നേ ഞാൻ കാണിച്ചിരുന്നു, പക്ഷേ അത് ആ ആൾക്കാരൊക്കെ ഇപ്പോൾ മാറിപ്പോയി അടുത്ത വീട് വയ്ക്കുന്നവർ വന്നിട്ടുണ്ടാകും. സോ അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും എടുത്ത് കാണിക്കാൻ കാര്യം. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ